ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് സ്ക്രിപ്റ്റ് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്ന ആരാ? രണ്ടുപേരും ഈക്വൽ ആണ്. നിങ്ങൾ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ? ഇല്ല. ഞാൻ അവരെ എന്ന് മുതൽ കാണാൻ തുടങ്ങിയില്ല. ഞങ്ങൾ LKG മുതൽ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാ. ശരി, 10ാം ക്ലാസ് വരെ ഒരുമിച്ച്, അതിനുശേഷം ഒരുമിച്ച്. അവർ രണ്ടുപേരും ആ ഒരു കെമിസ്ട്രി വർക്കാണ്. അതാണ് എനിക്ക് യുറേക്കയുടെ ഏറ്റവും വലിയ സക്സസ്. ഇപ്പം ഞാൻ ക്യാമറ എഡിറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിലും മുന്നിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് ആണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു കെമിസ്ട്രി തന്നെയാണ് യുറേക്കയുടെ സക്സസ്. ഏറ്റവും കൂടുതൽ റീടേക്ക് പോകുന്ന ആരാ? റീടേക്ക് അത് നന്ദവനായിരിക്കും. അവനൊന്ന് കണ്ട് പിന്നെ ഒന്ന് മുടി കറക്റ്റാണോ, എൻ്റെ ഷർട്ട് കറക്റ്റാണോ, ഇതെല്ലാം നോക്കണം. ഞാൻ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുകയൊക്കെ അവനോടായിരിക്കും. പിന്നെ എല്ലാം കറക്റ്റ് ആയിരിക്കും, എന്നാലും ഒരു ടേക്ക് അങ്ങനെ പിന്നെ ഒരു 5 ടേക്ക് എടുക്കും. നിങ്ങൾ ഒരു 1 ടേക്ക് ഒക്കെ എടുത്ത് ഞെട്ടിച്ച് കളഞ്ഞു. അത് പക്ഷെ ഇപ്പൊ കാണുന്നില്ല. അതെന്താ അങ്ങനെ തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്തതിന് ശേഷം ശരി ഇത് ഒരു ഒറ്റ ടേക്കിൽ പോവാം, അതെന്തായിരുന്നു അതിന്റെ പിന്നിൽ എന്തെങ്കിലും സ്റ്റോറി എന്തെങ്കിലും ഭയങ്കര ചിരിച്ചു? ഇതൊരു സ്റ്റേജിൽ പറയാൻ പറ്റിയ കാര്യമല്ല, പക്ഷെ സ്റ്റിൽ കഴിഞ്ഞ 2 മാസമായിട്ട് ഞങ്ങളുടെ റെക്കോർഡർ കേടാണ്. സത്യം പറഞ്ഞാൽ അല്ല, സത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒറ്റ ടേക്ക് മൊത്തം എടുക്കാൻ ഒറ്റ റെക്കോർഡറേ ഉള്ളൂ, ഒരു റെക്കോർഡർ വർക്കിംഗ് അല്ല. ഇതൊക്കെയാണ് അതാ പറഞ്ഞത്. ഇപ്പോൾ യുറേക്കയുടെ പുറകിൽ നടക്കുന്ന പല തമാശകളും നമുക്കൊരു പുറത്തൊരു വേദിയിൽ ചെന്നാണെങ്കിൽ നമുക്ക് ഭയങ്കര പ്രസൻറ്റബിൾ ആയിട്ട് പറയാം. പക്ഷെ ഇവിടെ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ ചെറിയ കാരണങ്ങൾ. ഒരു വീഡിയോ ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും. ഇപ്പോൾ നമ്മൾ റെക്കോർഡർ ഇല്ലാന്ന് വിചാരിച്ചു, അപ്പോൾ നമ്മൾ ഓക്കെ നമുക്ക് സിംഗിൾ ഷോട്ട് കുറച്ച് കാലം മാറ്റി നമുക്ക് ഇങ്ങനെ ചെയ്യാം. അങ്ങനെ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ പലതിലും മാറ്റങ്ങൾ വരുന്നത്. എന്നാൽ ആ തൊഴിലുള്ള വ്യക്തിയും തൊഴിലില്ലാത്ത വ്യക്തിയും തമ്മിൽ ഒരു 1 ഷോട്ട് വീഡിയോ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അത് എത്ര ടേക്ക് പോയി? രാവിലെ തൊട്ട് രാത്രി വരെ പോയോ അതോ പെർഫെക്റ്റ് ആയിരുന്നോ? വൈശാഖ് സത്യസന്ധമായിട്ട് മാത്രമേ ഉത്തരം പറയണം എന്ന് പ്രതീക്ഷിക്കുന്നു. 5 ടേക്ക് വരെ കുറച്ച് സമയമെടുത്തു. കാരണം ഇവരുടെ പെർഫോമൻസ്, പിന്നെ ഈ ക്യാമറയുടെ മൂവ്മെൻറ്റ്, ഓരോ ഡയലോഗ് പറയുമ്പോൾ ഓരോരുത്തർ എവിടെ കയറണം, പിന്നെ ഇതൊന്നും പോരാ. അന്ന് സ്റ്റാർട്ടിങ് ടൈമിൽ 90 സെക്കൻഡ്സേ ഉള്ളൂ, അല്ല 90 മിനിറ്റ്സേ ഉള്ളൂ ഇൻസ്റ്റാഗ്രാം റീല്. അപ്പോൾ വീഡിയോ എടുത്തിട്ട് 90 മിനിറ്റിനുള്ളിൽ വരണം. 90 സെക്കൻഡ്സിനുള്ളിൽ വരണം, സോറി. അപ്പോൾ ഈ 90 സെക്കൻഡ്സിലേക്ക് ഇത് എത്തുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയൊക്കെ 3 ടേക്ക് പോയിട്ടുണ്ട്. എനിക്ക് 11th ടേക്കാണ് ഓക്കെ. പിന്നെ അത് ഭക്ഷണം കഴിച്ചൊരു ടേക്ക് കൂടി എടുത്തു അല്ലേ. എല്ലാം കഴിഞ്ഞ് എഡിറ്റിൽ കൊണ്ടുവന്നിടുമ്പോൾ ഇവൻ പറഞ്ഞു എടാ ഒന്നുകൂടി നോക്കല്ലേ, അങ്ങനെ ഒരു ടേക്ക് കൂടിയും പോയി. മൊത്തം ഒരു 12-11 ടേക്ക് പോയിട്ടുണ്ട്. ഇപ്പൊ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര വലിയ പ്രോസസ്സും കാര്യങ്ങളും. ഇപ്പൊ നിങ്ങളുടെ കാര്യം മാത്രമല്ല, മൊത്തത്തിലൊരു വലിയ പ്രോസസ്സ് എന്തായാലും അതിന് പിന്നിൽ നടക്കുന്നുണ്ട്. ബട്ട് നിങ്ങളുടെ പ്രോസസ്സ് എങ്ങനെയാണ്? ഒരു ഐഡിയേഷൻ മുതൽ അല്ലെങ്കിൽ ഒരു പ്രീ പ്രൊഡക്ഷൻ, ഷൂട്ട് ഡേ അല്ലെങ്കിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ, അത് അപ്ലോഡ് ആവുന്നു, എങ്ങനെയാണ് ഒരു ചുരുക്കത്തിൽ ഒരു 1 മിനിറ്റിനുള്ളിൽ പറഞ്ഞു നിർത്താൻ പറ്റുമെന്ന് പറയാം നമുക്ക്. ഞങ്ങൾ 2 ടീമായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കണ്ടന്റ് മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഇവർ 2 പേരാണ്. ഇവരെ ഒരു കണ്ടന്റ് ആലോചിച്ച് അതിൻ്റെ കഥാപാത്രങ്ങൾ മറ്റ് പരിപാടികളെല്ലാം ആലോചിച്ച് ഒരു ഫൈനൽ സ്റ്റേജിലാകുമ്പോൾ എൻ്റെ അടുത്ത് വരും. എന്നിട്ട് പിന്നെ ഞങ്ങളത് എവിടെ ഷൂട്ട് ചെയ്യണം, എങ്ങനെ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ ഞങ്ങൾ 3 പേരും കൂടി ഡിസ്കസ് ചെയ്യും. പിന്നെ ഷൂട്ട് ചെയ്യുന്ന പ്രോസസ്സിൽ അവിടുന്ന് വീണ്ടും കുറേ ഇംപ്രവൈസേഷൻ നടത്താറുണ്ട്. പിന്നെ ഞങ്ങൾ ലൈറ്റൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അധികം മോർണിംഗ് ലൈറ്റിലാണ് ഷൂട്ട് ചെയ്യണത്. അപ്പോൾ ചിലപ്പോൾ ഒരാളെ ഷോട്ട് എടുത്ത് മറ്റാളെ ക്ലോസ് ആക്കാൻ നേരത്തെ അവൻ്റെ അടുത്ത് ലൈറ്റ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതിന് ക്യാമറ ചീറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് പ്ലാനിങ് ഒക്കെ നടത്തി പിന്നെ ഒരു 2 to 3 ഹവേഴ്സിനുള്ളിൽ എഡിറ്റ് മറ്റ് പരിപാടികളൊക്കെ ചെയ്യും. ഇനി ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുന്നതാണ് ഈ മ്യൂസിക് സെലക്ഷൻ. അതൊക്കെ ഞങ്ങൾ കണ്ടന്റ് ആലോചിക്കുമ്പോൾ അതിൻ്റെ ഒരു സെറ്റ് ഓഫ് മ്യൂസിക്കൊക്കെ ആലോചിച്ച് എല്ലാം പ്രീ പ്ലാൻ ചെയ്തിട്ടാണ് എടുക്കാറ്. ചിലത് എഡിറ്റിൻ്റെ സമയത്ത് ചിലപ്പോൾ മ്യൂസിക് സിങ്ക് ആവില്ല. അപ്പം 2-3 ഓപ്ഷൻസൊക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിലേത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മ്യൂസിക്കൊക്കെ അതിൽ സിങ്ക് ആവുന്നതെന്നൊക്കെ നോക്കിയിട്ടാണ് കണ്ടന്റ് എടുക്കാറ്. ഇവരുടെ വീഡിയോസിൽ മ്യൂസിക് ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട്? എവിടെ നിന്നാണ് ഈ പാട്ടുമായിട്ട്? അതുകൊണ്ട് അവിടെ എൻ്റെ MC കൈവക്കി. എവിടെ നിന്നാണ് ആ പാട്ടുമായിട്ട് നിങ്ങൾ വരുന്നത്? എങ്ങനെയാണ് എത്ര ആപ്റ്റായിട്ടാണ് നിങ്ങൾ ആ പാട്ട് സെലക്ട് ചെയ്യുന്നത്? ആരാണ് ഈ പിന്നിലുള്ള ബ്രെയിൻ എന്ന് എനിക്കറിയണം, നമുക്കറിയണം. യെസ്, നമ്മളെല്ലാവരും കേൾക്കുന്ന അത്രയും പാട്ടുകളെ ഞങ്ങളും കേൾക്കുന്നുള്ളൂ. നമുക്കൊരു സ്പെഷ്യൽ കാറ്റഗറി പാട്ടുകൾ അങ്ങനെയൊന്നുമില്ല. യുറേക്ക തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങൾ ശ്രദ്ധിക്കാതെ പോയ പലതും യുറേക്ക തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. വെറുതെ ഇപ്പോൾ പുറത്ത് പോകുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വെക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പരസ്പരം നോക്കും, സേവ് ചെയ്ത് വെക്കും. ഇത്രയേ ഉള്ളൂ. നമ്മൾ കുറച്ചുകൂടെ അലേർട്ട് ആവുന്നുണ്ട്. നമ്മുടെ ചുറ്റും നടക്കുന്ന ഞങ്ങൾ ചിലപ്പോൾ ഒരു വിധത്തിൽ മ്യൂസിക് ഇട്ട് നമുക്ക് കോണ്ടന്റ് ആലോചിക്കും. അപ്പോൾ റീൽസിലെ മ്യൂസിക് ഒരു നല്ലൊരു ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ആ റീൽസിൻ്റെ മൂഡ് മാറ്റാൻ. സിനിമയിലെ പോലെ തന്നെ ഞങ്ങൾ മ്യൂസിക് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു. അത് ഓൾറെഡി ചെയ്തു വെച്ച മ്യൂസിക്കാണ്, നമ്മൾ ചെയ്യുന്ന മ്യൂസിക്കല്ല. അപ്പോൾ ഒരു മൂഡിന് ചേർന്ന മ്യൂസിക് എന്താണ്, ഒരു മൂഡിന് ചേർന്ന സോങ് എന്താണ്, അത് ഞങ്ങൾ 60-കളിലെ 70-കളിലെ ഗസൽ മുതൽ ഞങ്ങൾ സ്പാനിഷ് സോങ്സ്, ആഫ്രിക്കൻ സോങ്സ് മുതൽ 2024-ലെ 25-ലെ ട്രെൻഡിങ് പാട്ടുകൾ വരെ
ഞങ്ങളെല്ലാം കേൾക്കാൻ ശ്രമിക്കുന്നു, എല്ലാം ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു, അത്രയേ ഉള്ളൂ. അത്രയും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഒന്ന് നിർത്തി പൊക്കൂടെ എന്ന് ചോദിക്കുന്ന പല ആൾക്കാരുണ്ട്. നിങ്ങളുടെ എല്ലാ കാര്യം പറഞ്ഞത് പല വീഡിയോസിൻ്റെയും കമൻറ്റിൽ നമ്മൾ കാണാറുണ്ട്. അത്രയും മാത്രം മോശമായിട്ട് ഒരു കോണ്ടന്റ് ഇല്ലാത്ത കാര്യങ്ങൾക്ക് വരുന്ന സ്വാഭാവികമായിട്ടുള്ള കമൻറ്റാണ്. പക്ഷേ നിങ്ങളടുത്ത് പറയുന്നുണ്ട് ഒന്ന് നിർത്തിയിട്ട് സിനിമ എടുത്തുകൂടെ എന്ന് ചോദിക്കുന്നവരുണ്ട്. സോ സിനിമ പ്ലാൻസ് ഉണ്ടോ? അത് കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത രോമാഞ്ചിഫിക്കേഷൻ ഉണ്ടാവാറില്ലേ? എന്താണ് സിനിമ പ്ലാൻസ് ഉണ്ടോ? എനിക്ക് മാത്രമല്ല അവർക്കും അറിയാൻ താല്പര്യമുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ? നിങ്ങളിലേക്ക് സിനിമയിലേക്ക് വരണം എന്നാണ് താല്പര്യപ്പെടുന്ന പല ആൾക്കാരുമുണ്ട്. അൾട്ടിമേറ്റ്ലി സിനിമ തന്നെയാണ് പ്ലാൻ. അത് യുറേക്ക സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്നല്ല, നമ്മൾ എനിക്ക് തോന്നുന്നു സ്കൂളിൽ നാടകങ്ങളൊക്കെ ചെയ്തു തരുന്ന സമയത്ത് തന്നെ സിനിമകൾ ചെയ്യണം, സിനിമയിൽ അഭിനയിക്കണം, നല്ല സിനിമകളുടെ ഭാഗമാവണം എന്നുള്ളത് സ്ഥിരം ചർച്ചയായിരുന്നു. അപ്പോൾ പിന്നെ യുറേക്ക സ്റ്റാർട്ടായി. നമ്മൾ ചെയ്യുന്ന ഓരോ റീൽസും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കണ്ടൻസിനും ഒരു സിനിമാറ്റിക് ഫ്ലേവർ വേണം എന്ന് ആദ്യം തന്നെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മേക്കിംഗ് ആണെങ്കിലും നമ്മൾ പെർഫോം ചെയ്യുന്ന രീതിയാണെങ്കിലും ഒക്കെ ആൾക്കാർക്ക് കാണുമ്പോൾ അതൊരു സിനിമയിലെ സീനാണെന്ന് തോന്നണം. അപ്പോൾ അത് അൺനോയിങ്ലി അതിങ്ങനെ ഒരു പ്ലാനിൽ പോയിക്കൊണ്ടിരുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെയുള്ള കമൻസ് വന്നത്. അത് കിട്ടുന്നതിൽ സന്തോഷം. ശരി, ഈ ഒരു സെൻറ്റൻസ് മൂന്നുപേരും കംപ്ലീറ്റ് ചെയ്യാം. യുറേക്ക സ്റ്റോറി ഇസ് സക്സസ് അല്ലെങ്കിൽ സക്സസ്ഫുൾ ബിക്കോസ് ഓഫ് ഡാഷ്. ദേവരാജൻ സ്റ്റാർട്ട് ചെയ്യണോ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണോ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണോ? നിങ്ങൾ ഭയങ്കര കള്ളന്മാരാണ് കേട്ടോ. സക്സസ് ബിക്കോസ് ഓഫ് ഡാഷ്, സക്സസ് ആൻഡ് വൈറൽ ബിക്കോസ് ഓഫ് ഡാഷ്. ഐ വുഡ് സേ കമ്മിറ്റ്മെൻറ്റ്. ഞങ്ങൾ യുറേക്ക തുടങ്ങിയ സമയത്ത് നമ്മൾ ചെയ്യുന്ന ക്വാളിറ്റി ഓഫ് വർക്ക്, നമ്മുടെ കൺസിസ്റ്റൻസി, ഇതൊക്കെ സെക്കൻഡറിയാണ്. ഫസ്റ്റ് തിങ് ഈസ് കമ്മിറ്റ്മെൻറ്റ്. അത് വന്നാൽ ബാക്കിയെല്ലാം വരും എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ആ കമ്മിറ്റ്മെൻറ്റ് ഞങ്ങൾ 24 hours ഞങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഞങ്ങൾ നാളെ എന്തായിരിക്കും പരിപാടി എന്ന് ചിന്തിച്ച് ഉറങ്ങുന്നുണ്ട്. അതാണെന്ന് തോന്നുന്നു മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഫാക്ടർ. ആ സമയം കൊണ്ട് എന്തൊക്കെയോ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് ഫ്രണ്ട്ഷിപ്പാണ്. ഒരു 3 പേര് തമ്മിലുള്ളൊരു ബോണ്ട് ഉള്ളത് കൊണ്ടാണ് എനിക്ക് കമ്മിറ്റ്മെൻറ്റ് പോലും ഉണ്ടായത്. അറ്റ്ലീസ്റ്റ് ജോലി കഴിഞ്ഞ് വന്നിരിക്കുമ്പോൾ ആകെ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇവരാരെങ്കിലും ഒരാളെ വിളിച്ച് എടാ നമ്മുടെ പരിപാടികളൊന്നും നടക്കുന്നില്ല, ഒന്നും ഓണാവുന്നില്ല, അപ്പോൾ എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് പറയാൻ, അത് ഡിസ്കസ് ചെയ്യാനുള്ള ആൾക്കാരുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം എനിക്ക് ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. എനിക്കതെ ഈ ഫ്രണ്ട്ഷിപ്പാണ്. ഈ ഒരു ബോണ്ട് തന്നെ ആയിരിക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ സക്സസ് എന്ന് വിശ്വസിക്കുന്നു. അത് കുറേ കാലങ്ങളായിട്ടുള്ളതാണ്. ഒരുപാട് സന്തോഷം. കാരണം അന്ന് പഠിക്കുമ്പോഴൊന്നും സിനിമ എന്നുള്ളതൊന്നും സ്വപ്നം കാണാനല്ലാതെ എന്നത് വരും, റിയാലിറ്റിയിൽ എന്ന് സംഭവിക്കും എന്നൊന്നും ഐഡിയ ഉണ്ടാകുന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഈ ഫ്രണ്ട്ഷിപ്പിൽ തന്നെയാണ് ഏറ്റവും ഞാൻ വിശ്വസിക്കുന്നത്.